നോമിനേഷനിൽ ആർക്കായിരുന്നു? എനിക്ക് എന്റേതായ രീതിയിൽ ഞാൻ നല്ലപോലെ കളിച്ചില്ലാലോ. ഈ അനുമോളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നാർ സുഹൃത്തുക്കളെ സംസാരിക്കാൻ പറ്റണില്ല. പ്ലാച്ചിയുടെ വല്ല ശാപമാണോന്ന് അറിയില്ല. എന്ത് മാങ്ങത്തോലി ആണെങ്കിലും 10ാമത്തെ ടേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രൊമോ റിവ്യൂ പറയാൻ വേണ്ടിട്ട് വരുന്നത്. കുറെ ആളുകൾ പ്രാഗുണ്ടാവും അനുമോളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് കമ്പിടാൻ വേണ്ടിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടെന്നാ തോന്നുന്നു സുഹൃത്തുക്കളെ. ഏഷ്യാന്റെ ഇതിൽ പ്രൊമോ വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ മാത്രമായിട്ട് കമ്പിടാൻ കുറെ ഉണ്ടാവും. അനുമോൾക്ക് ചെയ്യ് എന്ത് മാങ്ങത്തോലി കണ്ടിട്ടാണ് ഈ അനുമോൾ എത്രയും മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് പൊക്കി കൊണ്ടുവരുന്നത് ഒരു പിടുത്തം കിട്ടുന്നില്ല. 24 മണിക്കൂറും കരഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കി കണ്ണിനീര് തന്നെ വരാണ്ടായി. ആ ബിഗ് ബോസ് തന്നെ മുങ്ങാറായി. എന്തായാലും നമുക്ക് പ്രൊമോ റിവ്യൂലേക്ക് കടക്കാം. നമ്മുടെ ലാലേട്ടന്റെ വരവ് മാസം മരണമാസം വെക്കുന്നൊക്കെ പറഞ്ഞ മാതിരി ഓരോ എപ്പിസോഡും കട്ട വെയിറ്റിംഗ് ആണ് നമ്മുടെ ലാലേട്ടനൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും മാത്രം ആ ഒരു എന്താ പറയാ നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ വരും. ലാലേട്ടൻ വന്നിട്ട് പറയുന്ന ഡയലോഗുകൾ കേട്ടാണല്ലോ. ഇന്നിപ്പോ ഈ എപ്പിസോഡിൽ ഷാനവാസിനെ എടുത്ത് പൊരിച്ചത് കണ്ടപ്പോ മൂത്രയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂത്രയ്ക്കാൻ കൂടി പോയില്ല. അവിടെ നിന്ന് അത് കാണായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ മൂത്രയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റാണ്ടാവുക. നമ്മളിപ്പോ ഹോട്ട്സ്റ്റാറിലെ എപ്പിസോഡ് കാണുന്ന പോലെ അല്ല. നമുക്ക് ഏഷ്യാന്റെ ഇതിൽ നമുക്ക് ആ ലൈവൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഏഷ്യാന്റെ ഒരു എപ്പിസോഡ് കാണുക. പരസ്യം വരുന്ന സമയത്ത് ബാത്റൂമിലേക്ക് ഒന്ന് ഓടി പോവാ, മൂത്രം വയ്ക്കുക, വേഗം വരിക, പരസ്യം കഴിഞ്ഞു എന്ന് പറയാം. എന്താ വെച്ചാൽ ലാലേട്ടൻ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഊർജ്ജമാണ്. ആരെയാണ് പൊരിക്കാൻ പോണെന്നുള്ളൊരു ഇതിലാണ്, ആകാംക്ഷയോടെയാണ് ഞാനൊക്കെ ആ ഒരു എപ്പിസോഡിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ എത്ര പേര് അങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ ലാലേട്ടൻ മരണമാസം ലുക്കിൽ വന്നിട്ട് പറയുന്ന കുറെ ഡയലോഗുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഈ റിവ്യൂ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലെ പണികൾ ഓരോ ആഴ്ചയും കഴിയും തോറും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ചിലവർക്ക് ബിഗ് ബോസ് വീടിന്റെ വാതിൽ തുറന്നു കിട്ടും, ചിലവർ ഈ പറഞ്ഞമാതിരി എവിക്റ്റഡ് ആയി പോകുന്നതാണ് പുള്ളിക്കാരൻ പറയണത്. എന്തായാലും അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വന്നിട്ട് പറയാണ് എവിക്ഷനുള്ള ആളുകളൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നത്. വളരെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം ഷാനവാസിനെ നല്ല രീതിയിൽ ഷാനവാസ് കരഞ്ഞില്ലയോ എന്ന് പറയാൻ പറ്റും. കണ്ണുനീരിങ്ങനെ വന്നോ എന്ന് വേണമെങ്കിൽ പറയാം. സൂം ചെയ്ത് നോക്കിയാൽ കരഞ്ഞിട്ടുണ്ടാവും. അത്രയും മാത്രം ഷാനവാസ് കയ്യിൽ നിന്ന് പോയി. ലാലേട്ടൻ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാവം തോന്നിയിട്ടുണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മാത്രം സങ്കടപ്പെട്ട അവസ്ഥയിൽ ഇനി ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് കരയുന്നുള്ള അവസ്ഥയിലേക്ക് പോയി. അതുകൊണ്ട് ലാലേട്ടൻ ഒന്ന് ഡൗൺ ആക്കി ആ സ്പീഡ് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഷാനവാസ് എന്നോട് ദേഷ്യം തോന്നരുതിട്ടാന്ന് വരെ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോഴും ഷാനവാസിന്റെ ഒരു റോളൊക്കെ കാണണം. ലാലേട്ടനോട് ദേഷ്യപ്പെട്ടിട്ട് എന്തിട്ടാണോ കാര്യം? ലാലേട്ടനോടും ബിഗ് ബോസിനോടും ഒക്കെ ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോണത്? അവർ ഈ കോടികൾ ചെലവാക്കി വെച്ചിരിക്കുന്നത് അവർക്ക് അവർ ഷോ നല്ലപോലെ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു സീക്രട്ട് ടാസ്ക് എന്താന്ന് കൂടി അറിയാത്ത ഒരു മനുഷ്യനാണ് ഈ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. അതൊക്കെ ഈ പുള്ളിക്കാരന്റെ അടവാണ്. പുള്ളിക്കാരനൊക്കെ നല്ലപോലെ അറിയാം. ഈ ആര്യന് ഈ പറയുന്ന മാതിരി പവർ കിട്ടാണ്ടിരിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ചെയ്ത വളിഞ്ഞ ന്യായ പരിപാടി അത്. ആ ന്യായമൊന്നും ഇവിടെ വില പോയില്ല. അപ്പൊ എന്തായാലും കുറെ കാര്യങ്ങൾ പറയാൻ കേട്ടോ. അപ്പൊ ആളുകൾ അതായത് നോമിനേഷനുള്ള ആളുകൾക്ക് എണീറ്റ് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ലാലേട്ടൻ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് നമ്മുടെ സാബുമോനോടാണ്. സാബുമോനോട് ചോദിക്കണം എന്താ കഴിഞ്ഞാൽ സാബുമോൻ ഈ ആഴ്ചത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തും എന്ന് പറയുന്ന സമയത്ത് സാബുമോൻ ലാലേട്ടാ ഞാനത് നല്ലപോലെ ചെയ്തു ലാലേട്ടാ, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ചെയ്തു എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഡാൻസ് മാരത്തോണൊക്കെ ഞാൻ ചെയ്തു ലാലേട്ടാ, കുഴപ്പമില്ല, ഞാൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഭൂതത്തിന് സാബുമോന് വിശ്വാസം ഉണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കാനുണ്ടോ. അപ്പൊ സാബുമോൻ പറയായിരിക്കും ലാലേട്ടാ എനിക്ക് ഭൂതത്തിന് വിശ്വാസമൊക്കെ ഉണ്ട് ലാലേട്ടാ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞു വെച്ചാൽ അങ്ങനെയാണെങ്കിൽ സാബുമോൻ സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുമോൻ അവിടെ ഇരിക്കാം. സാബുമോൻ സേഫ് ആവോ പുറത്താവോ എന്നറിയില്ല. കാരണം സാബുമോൻ സേഫ് ആവേണ്ട ഒരു പ്ലെയർ ആണ്. കുറെ ആളുകൾ പറയും സാബുമോൻ എന്താണ് അവിടെ ചെയ്യുന്നത്? സാബുമോൻ അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, സാബുമോൻ ടാസ്കിലൊക്കെ വിജയിക്കുന്നുണ്ട്. ഈ ആളുകളെ മുഴുവനും തെറിയും പറഞ്ഞ് വായിൽ തോന്നിയ ആംഗ്യവും കാട്ടി നിൽക്കണതല്ല കണ്ടന്റ്. ഒരു കൂട്ടം ഈ നെഗറ്റീവ് ടീമുകളുണ്ട്. ഈ തെറിയ അനാവശ്യമില്ലാത്ത മാത്രം കാണാൻ വേണ്ടിയിട്ട് അവർക്ക് മാത്രം വോട്ട് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളുണ്ട്. അതല്ലാണ്ട് ഈ നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോയി നല്ല പെരുമാറ്റമൊക്കെ അങ്ങനെയുള്ളവർക്ക് വോട്ട് കൊടുക്കുന്നവരുണ്ട്. സാബുമോൻ നല്ലൊരു ഡാൻസറാണ്, നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ സാബുമോന് വോട്ട് കിട്ടും. അതിനാർക്കും കുശും പൂത്തിയിട്ടോ ഈ പറഞ്ഞ മാതിരി കുരു പൊട്ടിയിട്ട കാര്യമൊന്നുമില്ല. പിന്നീട് നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് പൊട്ടണത് ആർക്കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അക്ബറിനോട് ചോദിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ അക്ബറിന് ടെൻഷൻ ഉണ്ടോ? അക്ബർ നോമിനേഷൻ വരുമ്പോ തന്നെ ടെൻഷനാണ് ലാലേട്ട, അങ്ങനെ മൊത്തം ടെൻഷനാണ് ലാലേട്ട. അപ്പൊ നിവിൻ ഇങ്ങനെ തല താത്തിട്ടാണ് നിൽക്കണത്. നെവിനോട് ചോദിക്കും എന്താ നെവിനൊന്നും വേണ്ടത്? ലാലേട്ട എനിക്ക് പോകണ്ട ലാലേട്ട, എന്നെ ഇവിടെ നിർത്തിയേക്കില്ല ലാലേട്ട, പ്ലീസ് ലാലേട്ട എന്ന് പറഞ്ഞിട്ട് ക്യൂട്ട്നെസ് ഒക്കെ വിളമ്പും. പിന്നെ പുള്ളിക്കാരൻ്റെതായ എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ പുള്ളിക്കാരനും കൂടി ബിഗ് ബോസ് ഹൗസിൽ ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഷോക്കായിട്ട് പോകും. അതുകൊണ്ട് നെവിനും എവിക്റ്റഡ് ആവാൻ സാധ്യത വളരെ കുറവാണെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ പറയണത്. ഇനിയിപ്പോ ലാസ്റ്റ് നിൽക്കുന്നത് ബിന്നി ഔട്ടാവും എന്നാണെന്ന് തോന്നുന്നത്. എന്താന്ന് വെച്ചാൽ ആദിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അനുമോള് സൈഡിൽ നിൽക്കുന്നുണ്ട്. അനുമോൾ ഔട്ടാവുകയാണെങ്കിൽ ആദിൽ ഇങ്ങനെ നോക്കില്ലല്ലോ.
അപ്പൊ ലാലേട്ടൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത്, ബിഗ് ബോസ് പറയുമെന്നാണ് പറയണത്. അപ്പൊ ബിഗ് ബോസ് തീരുമാനിച്ചത് ഇനിയിപ്പോ ബെന്നി എവിക്റ്റഡ് ആണോ, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി ഷാനവാസ് ആരിന് അടി പ്രശ്നത്തിൽ ഇനി അവരെങ്ങനെ ആരെങ്കിലും എവിക്റ്റഡ് ആയിട്ട് പോയിട്ടായാലും ബിഗ് ബോസ് തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ മാതിരി മുന്നേ പ്രഡിക്റ്റഡ് ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന മാതിരി വിളിച്ച് ചോദിച്ചിട്ട് ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഷോനെ തന്നെ നശിപ്പിക്കാൻ നോക്കണ ഒരു പരിപാടി നമ്മൾ ചെയ്യാറില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആ ഷോനെ സ്നേഹിക്കുന്ന ഷോ എപ്പിസോഡിൽ വരും, ഹോട്ട്സ്റ്റാറിൽ ലൈവ് ഉണ്ടെങ്കിൽ അത് കാണുക, പോവുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആ ഷോനെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നേ കൂട്ടിയിട്ട് 2 ദിവസം മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അത് വന്നിട്ട് ചാനലിൽ വളർന്നിട്ട് എന്തിട്ട് പരിപാടിയാണോ കൊറോണ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായി ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ആരാണ് എവിക്റ്റഡ് ആവാന്നൊക്കെ നാളെ നിങ്ങൾ എപ്പിസോഡിൽ വ്യക്തമായിട്ട് കാണും. എന്തായാലും എനിക്ക് ബിഗ് ബോസിൽ ഇപ്പൊ നിലവിൽ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി പറഞ്ഞാൽ അത് അനീഷാണ്. ഉള്ള കാര്യം പറ്റി തുറന്നു. എനിക്ക് അനീഷ് പുറം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത്, നല്ലൊരു പ്ലെയർ ആണ്, എല്ലാ രീതിയിലും കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മനുഷ്യന്മാരല്ലേ, എല്ലാത്തിലും ഇപ്പൊ 100 മാർക്ക് കിട്ടുമെന്നില്ല. ഷാനവാസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഷാനവാസൊക്കെ അനീഷിന്റെ അടുത്തേക്ക് എത്തില്ല, അതാണ് സത്യം. ഷാനവാസിന് മൈൻഡ് ഗെയിം എന്താണെന്ന് അറിയില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് ഗെയിമാണ്. 25 പേരുണ്ട്, 30 പേരുണ്ടെങ്കിലും അവർ മെയിൻ ഗെയിം വിചാരിച്ച് മെയിൻ ഗെയിം ചിന്തിച്ചിട്ട് അടിച്ചിട്ട് പോകണം. അല്ലാണ്ട് വായിൽ തെറിയും വിളിച്ച് കോപ്രായം കാട്ടിയിട്ട് പോകണതല്ല ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ. ഷോയ്ക്ക് ഒരു നിലവാരമുണ്ട്. നിലവാരത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് പ്രേക്ഷകരെ എന്റർടൈൻമെന്റ് ചെയ്തിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒച്ചയും പാടോ അലമ്പും കച്ചറയും കാട്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഷോ കാണാൻ ആൾക്കാരുണ്ടാവില്ല. മനസ്സിലാവണ്ട. ഓരോ ദിവസം കഴിയുന്നതോറും ഒരാളുടെ കയ്യിൽ 3-4 ഫോൺ വരുന്ന കാലഘട്ടങ്ങളായി തുടങ്ങി. കാരണം മൊബൈലിന് വിലയും കുറയുന്നുണ്ട്. നെറ്റൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഓരോ സിമ്മിനും പല മോഡലാണ് വരുന്നത്. അപ്പൊ എല്ലാത്തിലും ഇപ്പൊ സപ്പോർട്ടാണ്. സോഷ്യൽ മീഡിയ കയ്യിലാണ് ഇരിക്കുന്നത്. പണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 1, 2, 3 ഉള്ള സമയത്തൊന്നും ഈ പറഞ്ഞ മാതിരി ലൈവ് ഹോട്ട്സ്റ്റാറിലൊന്നും കാണാൻ പറ്റില്ല. ബിഗ് ബോസ് 4 തൊട്ടാണ് ഈ ലൈവും കാര്യങ്ങളും വന്നത്. സീസൺ 6, സീസൺ 5 അഖിൽമാരാർ സീസൺ 5 വിന്നറായി, സീസൺ 6 ജിൻഡോ വിന്നറായി. അതുപോലെ സീസൺ 7 ആരോ വിന്നറാവുന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ അനീഷ് ചെയ്യണമെന്നാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.